ഒരു ചെറിയൊരു ഇതും കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ പോയിന്റോടെ തീരുന്നതാണ്. അതായത് നമ്മളുടെ എന്താണ് കണക്റ്റിംഗ് പൈപ്പുക്കും നമ്മളുടെ പമ്പിംഗ് സ്പീഡുക്കും ഉള്ള റിലേഷൻസിയാണ് ഇവിടെ പറയുന്നത്. അതായത് കണക്റ്റിംഗ് പൈപ്പ് വെച്ചിട്ടാണ് കണ്ടക്ടൻസ് നമ്മൾ പറയുന്നത് അല്ലെ. ആ കണ്ടക്ടൻസ് അങ്ങനെ കണക്ഷൻസ് ഒക്കെ ചെയ്യുമ്പോഴേക്കും നമ്മുടെ പമ്പിംഗ് സ്പീഡിൽ എന്താണ് മാറ്റം വരുന്നതെന്ന് നമ്മൾ നോക്കാൻ വേണം. ഇപ്പോൾ ഒരു വാക്യൂം പമ്പ് വെച്ചിട്ട് നമ്മൾ എന്താണ് സിസ്റ്റത്തോടെ കണക്ഷൻ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിച്ചോ, ആ പമ്പിംഗ് സ്പീഡ് വന്നിട്ട് നമ്മൾ മാക്സിമം കൊടുത്തു വെച്ചേക്കുക. അപ്പൊ ഓവറോൾ കണ്ടക്ടൻസ് ഞാൻ പറയുന്നതാണ് C0 എന്ന് പറഞ്ഞിട്ട് ഇരിക്കണേ. നമ്മളുടെ എഫക്റ്റീവ് പമ്പിംഗ് സ്പീഡ് എന്തായിട്ട് മാറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SEF ആയിട്ട് നമുക്ക് മാറും. അതായത് പമ്പിംഗ് സ്പീഡ് വന്നിട്ട് നേരത്തെ നമ്മൾ മാക്സിമം ഉള്ള പമ്പിംഗ് സ്പീഡിനെയും കാട്ടിലും ഇങ്ങനെ ഒരു കണ്ടക്ടൻസ് ഒക്കെ വരുമ്പോഴേക്കും എന്തായി പോകും, പമ്പിംഗ് സ്പീഡ് വന്നിട്ട് നമ്മൾ കുറഞ്ഞു പോകും. അപ്പൊ അതുകൊണ്ടാണ് ഇവർ പറയുന്ന ഒരു കൺക്ലൂഷൻസ് ആയിട്ട് പറയുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് പമ്പിംഗ് സ്പീഡ് എത്ര മാക്സിമം വെച്ച് കഴിഞ്ഞാൽ പോലും നമ്മൾ കണക്ഷൻ ചെയ്യുന്ന പൈപ്പിന്റെ കണ്ടക്ടൻസ് വെച്ചിട്ട് എന്താകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പമ്പിംഗ് സ്പീഡ് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് കുറയുമെന്നാണ് ഇതിനകത്ത് നിന്ന് പറയുന്നത്. അതാണ് ഇവിടുത്തെ ഈ പോയിന്റിനകത്തൊക്കെ പറയുന്നത്. നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. അതായത് വാല്യൂ ഓഫ് ദ കണ്ടക്ടൻസ് വന്നിട്ട് എന്തായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ടു പമ്പിംഗ് സ്പീഡ് ആയിരിക്കണം. അപ്പൊ കണ്ടക്ടൻസിന്റെ അളവ് വന്നിട്ട് ഞാൻ കൂടുതലാക്കും തോറും എന്താകും, പമ്പിംഗ് സ്പീഡ് വന്നിട്ട് കുറയത്തുള്ളൂ. നമ്മൾ പമ്പിംഗ് സ്പീഡ് വന്നിട്ട് നോർമലായിട്ട് മാക്സിമം സ്പീഡിൽ വെക്കുവാണെങ്കിൽ പോലും പൈപ്പുകളൊക്കെ കണക്ഷൻ ചെയ്ത് വരുമ്പോഴേക്കും അതിന്റെ പമ്പിംഗ് സ്പീഡ് എന്തായിട്ടുണ്ടാകും, ഓട്ടോമാറ്റിക് ആയിട്ട് കുറഞ്ഞു പോയി വന്നിട്ടുണ്ടാകും. അതാണ് ഇവിടെ 50% ഓഫ് ദ പമ്പിംഗ് സ്പീഡേ ഉണ്ടാവും എന്നുള്ള ഒരു കാര്യം കൂടി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കണ്ടക്ടൻസ് തൊട്ട് ഓവറോൾ കണ്ടക്ടൻസ്ക്കും ഓവറോൾ സ്പീഡിക്കും ഉള്ള റേഷ്യോ എന്തായി പോകുന്നു പറഞ്ഞാൽ 0.1 അത്രയ്ക്കുമേ ഉണ്ടാകത്തുള്ളൂ. അതായത് പമ്പിംഗ് സ്പീഡ് വന്നിട്ട് ഒരു വെസലിന്റെ ഉള്ളിൽ എത്ര ഉണ്ടാവും, 10% മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അപ്പൊ അതിനെയാണ് ലാസ്റ്റ് ഒരു കൺക്ലൂഷൻസ് ആയിട്ട് നിർത്തിയിരിക്കുമ്പോഴേക്കും കണ്ടക്ടൻസ് വെച്ചിട്ട് നോക്കുമ്പോഴേക്കും പമ്പിംഗ് സ്പീഡ് എന്താകണേന് റെഡ്യൂസ്ഡ് ആയിക്കൊണ്ടിരിക്കുക. നമ്മളുടെ കണ്ടക്ടൻസ് അതായത് പൈപ്പിംഗ് കണക്ഷൻ ചെയ്യുന്നത് വെച്ചിട്ടാണ് കണ്ടക്ടൻസ് പറയുന്നത്. അപ്പൊ കണ്ടക്ടൻസ് കൂടുന്നതനുസരിച്ചിട്ട് പമ്പിംഗ് സ്പീഡ് എന്താകും, കുറഞ്ഞുകൊണ്ടേ ആയിരിക്കും വരുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു സിസ്റ്റം ഉണ്ട്, ഒരു പമ്പ് വെച്ചേക്കുക. സാധാരണ ഒരു ലീനിയർ ആയിട്ടുള്ള ഒരു കണക്റ്റിംഗ് പൈപ്പിനെയും കാട്ടിലും ഞാൻ ഇവിടെ 3 ഡിസൈനിലുള്ള പൈപ്പുകളൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ യൂസ് ചെയ്യുമ്പോഴേക്കും എന്താവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എന്താവും, പമ്പിംഗ് സ്പീഡ് വന്നിട്ട് ഇത് ഹൈ സ്പീഡിൽ കറങ്ങുവാണെങ്കിൽ പോലും ഇവിടെ എത്തുമ്പോഴേക്കും ഉള്ള പമ്പിംഗ് സ്പീഡ് എഫക്റ്റീവ് സ്പീഡ് എന്തായി പോകും മക്കളെ, കുറഞ്ഞായിരിക്കും വരുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അടുത്തത് അൾട്ടിമേറ്റ് പ്രഷർ എന്ന് പറഞ്ഞത് എന്താണെന്ന് നോക്കാം. അൾട്ടിമേറ്റ് പ്രഷർ എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പമ്പിംഗ് സ്പീഡ് എന്താന്ന് പറഞ്ഞാൽ കുറഞ്ഞ് എന്താ സിസ്റ്റം പ്രഷർ വന്നിട്ട് പതുക്കെ വന്നിട്ട് എന്താകും, കുറഞ്ഞ് റെഡ്യൂസ്ഡ് ആകും എന്ന് പറഞ്ഞില്ല എണ്ണ. പമ്പിംഗ് സിസ്റ്റം പ്രഷർ കുറയും തോറും പമ്പിംഗ് സ്പീഡ് കുറഞ്ഞ് ലാസ്റ്റ് റീച്ച് ടു 0 ആയിട്ട് മാറും. അതാണ് ഇവിടെ പറയുന്നത്. ആ ഒരു പ്രഷറിനെയാണ് നമ്മൾ അൾട്ടിമേറ്റ് പ്രഷർ എന്ന് പറയുന്നത്. അൾട്ടിമേറ്റ് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റം പ്രഷർ റെഡ്യൂസ്ഡ് ആയിക്കൊണ്ടേ ഇരിക്കും തോറും പമ്പിംഗ് സ്പീഡും റെഡ്യൂസ്ഡ് ആയി ലാസ്റ്റ് 0ന്റെ അത്രയ്ക്കും എത്തിപ്പോകും. ആ ഒരു പ്രഷറിനെയാണ് നമ്മൾ അൾട്ടിമേറ്റ് പ്രഷർ എന്ന് നമ്മൾ പറയുന്നത്. അൾട്ടിമേറ്റ് പ്രഷർ വന്നിട്ട് ഏതൊക്കെ വേറെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ലീക്കേജ് ഉണ്ടാകും, അല്ലെങ്കിൽ ഔട്ട് ഗ്യാസിങ് റേറ്റ് എന്താണ് വാൾസ് വന്നിട്ട് വാൾസിൽ പോകുന്നതിൽ ഔട്ട് ഗ്യാസിങ്ങിന്റെ റേറ്റ് ചാമ്പറിൽ വന്നിട്ട് വേരിയേഷൻസ് ഉണ്ടാകും. ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മളുടെ അൾട്ടിമേറ്റ് പ്രഷർ വന്നിട്ട് ഇരിക്കുന്നത്.